പയ്യന്നൂർ 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 കയറി 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 പയ്യന്നൂർ 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 കുട്ടികളെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് ബസ് ജീവനക്കാരനായും പിന്നീടുള്ള കാലം ബസ് സ്റ്റാൻഡ് അനൗൺസറായും കഴിയുന്ന പെരിങ്ങോം നിവാസിയായ പവിത്രൻ എന്ന പവിയേട്ടൻ പാടിയോട്ടുചാലിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ദിക്കുകളും ബസ് സമയവും അറിയാതെ വരുന്ന യാത്രക്കാരന് തികച്ചും വഴികാട്ടി തന്നെയാണ് പവിയേട്ടൻ. ബസ് ജീവനക്കാരോടോ യാത്രക്കാരോടോ ഒരല്പം പോലും വിദ്വേഷമോ വെറുപ്പോ ഇല്ലാതെ വരുന്ന യാത്രക്കാരെ അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ബസ് കയറ്റിവിടുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്യുന്ന പവിയേട്ടൻ ഒരു മൃഗസ്നേഹിയും കൂടിയാണ്. സ്റ്റാൻഡിൽ സ്ഥിരമായി കാണുന്ന നായകൾക്ക് ബിസ്ക്കറ്റും ഭക്ഷണവും പവിയേട്ടൻ വാങ്ങി നൽകും. ഇന്ന് നമുക്ക് ചുറ്റും പരിപാടിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു വഴികാട്ടി പവിയേട്ടൻ. നമസ്കാരം. പവിയേട്ടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ A1 ന്യൂസിൻ്റെ നമുക്ക് ചുറ്റും വന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് പവിയേട്ടൻ എന്ന് കാണുന്നത്. ആയിക്കോട്ടെ. അപ്പം പവിയേട്ടൻ എവിടെയാണ് താമസം? എവിടെയാണ്? പെരിങ്ങോം. പവിയേട്ടനെ കുറിച്ചുള്ള ഈ ആളുകൾ പറയുന്നത് ഏത് ദിക്കിലേക്കും വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വണ്ടിയിൽ കയറ്റി വിടുക, അതുപോലെ അവരെ കെയർ ചെയ്യുന്ന ഒരാൾ എന്നുള്ളൊരു പരിഗണന വെച്ചിട്ടാണ് നമ്മൾ പവിയേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചത്. അതെ അതെ. സാധാരണ ബസ്സിൽ വിളിച്ചു പറയുക എന്ന് മാത്രം ഒരു ദൗത്യം മാത്രമേ അവർ എടുക്കാറുള്ളൂ. അവർ അതിൻ്റെ പൈസ മേടിക്കാതെ മാത്രം. ഇതല്ല, പവിയേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സേവനമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആരെങ്കിലും ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബസ് കാത്തു നിൽക്കുന്ന എവിടെയെങ്കിലും പുറത്തുനിന്ന് ആളുകൾ ആ ബസ്സിന് കയറ്റി ഉത്തരവാദിത്തോടു കൂടി പറഞ്ഞു വിടുക. ഞാൻ കേട്ടിട്ടുണ്ട് പവിയേട്ടൻ ചായ കുടിക്കുന്നവരെ ചോദിക്കുന്ന കാര്യങ്ങൾ. എല്ലാ റൂട്ടിലേക്ക് അറിയാം, എല്ലാ ഏത് റൂട്ടിൽ പോകുന്ന സമയം. പവിയേട്ടൻ ഈ മേഖലയിൽ എത്ര വർഷമായി? ഞാൻ മേഖലയിൽ 32 വർഷത്തോളമായി. 32 വർഷം. 28 വർഷം കണ്ടക്ടർ പണി എടുത്തു. മുമ്പ് കണ്ടക്ടർ പണിയായിരുന്നു. അതിനുശേഷം അതിനുശേഷം ഇത് ഈ ബസ് സ്റ്റാൻഡിൽ 5 വർഷമായി. 5 വർഷമായി. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ 5 വർഷം. ഈ വർഷമല്ല, മുമ്പ് 15 വർഷമായിട്ട് പിന്നെ ഇത് ചെക്കിംഗ് ജോലി ചെയ്തായിരുന്നു. ഓക്കെ. ഇപ്പം ഈ ബസ് സ്റ്റാൻഡ് ഏജന്റായിട്ട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഇതായിട്ടെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ പരിചയമുണ്ടല്ലോ. അതെ. അപ്പോൾ പിന്നെ ഇവിടെ നോക്കുമ്പോൾ എല്ലാ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടൈം ആര് ചോദിച്ചാലും എവിടെ പോകാനെങ്കിലും ഈ മേഖല നല്ല സംതൃപ്തിയാണ്. ജനങ്ങൾ നല്ല ഇടപെടണം. ഇവിടുന്ന് ഏത് റൂട്ടിൽ പോകണമെങ്കിലും പവിയേട്ടൻ്റെ ചോദിച്ചാൽ അറിയാം. പവിയേട്ടനെ യഥാർത്ഥത്തിൽ ഒരു വഴികാട്ടി എന്നാണ് പറയുന്നത്. പറയാം അല്ലേ? കാരണം ആ രീതിയിലാണ് ഞാൻ എല്ലാവരോടും പെരുമാറുള്ളത്. രാത്രി ആയാലും എത്ര ലേറ്റ് ആയാലും വണ്ടി ഇന്ന സമയത്ത് ഇന്ന വണ്ടി കിട്ടും, ഇല്ലെങ്കിൽ വണ്ടി ഇല്ല. ലാസ്റ്റ് വണ്ടി എത്ര മണിക്കാണ്? ഫസ്റ്റ് വണ്ടി പോകുന്ന സമയം. ഫസ്റ്റ് വണ്ടി ഇടുന്ന 5 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വണ്ടിയാണ്. എത്ര വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വണ്ടിയുണ്ട് എല്ലാം അറിയാം. അത് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന വണ്ടി ട്രെയിൻ പോകുന്ന സമയം. ബസ്സുകാർക്ക് പവിയേട്ടനോട് യാതൊരു ദേഷ്യങ്ങളില്ല. സാധാരണ സ്റ്റാൻഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ കേൾക്കാം. ഇത് പവിയേട്ടനോട് ആരും ചൂടാന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ചൂടാവാൻ വേണ്ടി അവരായിട്ട് തർക്കിക്കാൻ നിൽക്കലില്ല. അവര് ചോദിക്കുന്നത് എത്ര മണിക്കാണ് മറ്റേ പോയി എന്ന് പറഞ്ഞാൽ അത് ഇത്ര പോയ സമയം കൃത്യമായിട്ട് പറയും. ആ പോകേണ്ട സമയം ഇത്രയാണെന്ന് അവർക്കറിയാം. അങ്ങനെയാണ്ട് ആരും ചില സ്റ്റാൻഡിലൊക്കെ കാണാം ബസ് വന്നു കഴിയുമ്പോഴത്തേക്കും എടുത്തിട്ട് പോടാന്ന് പറഞ്ഞാൽ അവരോട് ചൂടാകുന്നു. പക്ഷെ പവിയേട്ടൻ അങ്ങനെ ഇതുവരെ ഒരു വ്യക്തിയോടും ചൂടായിട്ടില്ല. ഞാൻ ചൂടാവേണ്ട ഒരു വഴി ഉണ്ടാക്കല്ല. അങ്ങനെ വളരെ പവിയേട്ടൻ്റെ ഫാമിലി 2 മക്കളാണ്. 2 പട്ടാളത്തിലാണ്. 2 പട്ടാളത്തിലാണ്. 2 കല്യാണം കഴിച്ചു, കുട്ടികളായി. പെരിങ്ങോത്ത് താമസം. പെരിങ്ങോം ടൗണിന് അടുത്ത്. ഓക്കെ. വൈഫ് വീട്ടമ്മയാണ്. ഓക്കെ. മക്കള് 2 വേറെ ആൾ താമസാക്കി, അവരെ വീടാക്കി വേറെ താമസമായി. മക്കള് പിന്നെ ഈ ജോലിയോട് താല്പര്യക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? മക്കൾക്ക് എന്തിനാ പണിക്ക് പോകുന്നതെല്ലാം പറയും. പക്ഷെ നമ്മൾ ഈ ഫീൽഡിലാണ് ആദ്യം മുതലേ ജീവിച്ചത് ഇതിനെ കൊണ്ടാണ്. അവരെ പഠിപ്പിച്ചതും എല്ലാം ഈ മേഖലയിൽ ജോലി ചെയ്തിട്ടാണ്. പിന്നെ ജനങ്ങളുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ട്. എല്ലാ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കാനുള്ള താല്പര്യമില്ല. ആവില്ല, അതിരിക്കാൻ കഴിയില്ല. ഈ ബസ് മേഖലയിൽ പിന്നെ ഈ ബസ്സിലെ ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം കാണുമ്പോൾ അവർക്ക് അവരോട് നമുക്ക് അവരെ കാണാതിരിക്കാൻ പറ്റില്ല. കണ്ടക്ടറും ഡ്രൈവറെയും കാണാതിരിക്കാൻ പറ്റില്ല. അവരെ നമ്മൾ പ്രത്യേക താല്പര്യം. ചെറുപ്പത്തിലെ ആ പണിയായ ആ ഫീൽഡിലായതുകൊണ്ട് അവരായിട്ട് നല്ല ബന്ധമാണ്. അവർ വൈകിട്ട് നല്ല ഓരോ പ്രാവശ്യം കണ്ടിട്ടിലേക്ക് വിളിക്കും. അപ്പം നമ്മൾ നല്ലൊരു ബന്ധമാണ്. അങ്ങനെ പോകുന്നു. ഓക്കെ. പവിയേട്ടൻ എൻ്റെ ഒരു സംശയം, ഏതൊക്കെ ബസ് ഏതൊക്കെ സ്ഥലത്തു നിന്ന് ഏത് സമയത്താണ് പുറപ്പെടുന്നതെന്നും അതുപോലെ തന്നെ ആ ബസ് നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഏത് സമയത്ത് എത്തിച്ചേരുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് പവിയേട്ടനെടുത്തില്ലേ? ഉണ്ട്. അത് വ്യക്തമായിട്ട് അറിയാം. വ്യക്തമായിട്ട് അറിയാം. അപ്പം കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് എത്ര മണിക്ക് അത് പിന്നെ പുറപ്പെടുന്നെന്നും
അതുപോലെ അത് പാടിച്ചാൽ എത്തിച്ചേരുമെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. അത് മാതാമംഗലത്ത് എത്തുന്ന സമയം അറിയാം, അത് രാത്രി എത്തുന്ന സമയം അറിയാം. അതുപോലെ തന്നെ ഇവിടുന്ന് ലാസ്റ്റ് ബസ് ഇത്ര മണിക്കുണ്ട്, അത് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കലുണ്ട്. ലാസ്റ്റ് ബസ് എത്ര മണിക്ക് കിട്ടും പവിയേട്ടാ ചോദിക്കും. അതുപോലെ പയ്യന്നൂരിൽ ലാസ്റ്റ് ബസ് എത്ര മണിക്ക് ചോദിക്കും. അങ്ങനെ ഫസ്റ്റ് ബസ് എടുത്ത് പോകുന്നത് പോയ ട്രെയിൻ കിട്ടുമോ, അങ്ങനെ സംശയങ്ങൾ ആൾക്ക് ഒരുപാടുണ്ടാവും. അങ്ങനെ ഈ റൂട്ടിലോട്ട് എല്ലാ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായാലും AKR ആയാലും ഓരോ ബസ് ഇന്ന സ്ഥലത്ത് എത്തുന്നതിന് കൃത്യമായ ടൈം അറിയും, എല്ലാ ടൈമും. പവിയേട്ടൻ എൻ്റെ ഒരു സംശയം കൂടെ ചോദിക്കാം. ഈ തയ്യേന് ശ്രീവിഷ്ണു ഇപ്പം എവിടെ ഉണ്ടാവും? ഈ തയ്യനി ശ്രീവിഷ്ണു ഇപ്പം 4:30 തളിപ്പുറന്ന് വിട്ടു. 4:00 തളിപ്പുറം എന്ന് വിട്ടു. അത് എത്ര മണിക്ക് ഇവിടെ എത്തും? 5 മണിക്ക് വീടെത്താം, യാത്ര പാസ് ചെയ്യും. 5 മണിക്ക് യാത്ര പാസ് ചെയ്ത് 5:50 പാടിച്ചാലെത്തും. 5:50 പാടിച്ചാലെത്തും. അത് ശരി. 5:55 എടുത്ത് അങ്ങോട്ട്. എന്തായാലും പവിയേട്ടനോട് സംസാരിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ പവിയേട്ടന് ഈ മേഖലയിൽ കുറേ കാലം കൂടെ ദീർഘായുസ്സോട് കൂടി ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നന്ദി, നമസ്കാരം. ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ്, കുണ്ടന്തടം, ചെറുപുഴ. കിടിലൻ മൺസൂൺ ഓഫറുകളുമായി 50 ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം, അതും ഹോൾസെയിൽ വിലയിൽ. 28,000 രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ, ബെഡ്, 3 ഡോർ അലമാര എന്നിവ ഇപ്പോൾ 18,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. 65,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും 29,000 രൂപയ്ക്ക് ലഭ്യമാണ്. 49,000 രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ 33,500 രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ്. മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഈസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഈ സുവർണാവസരം പഴാക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ. ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ്, കുണ്ടന്തടം, ചെറുപുഴ. More details please contact 9605 240 505. Other number 70 125 15 884.